നെഹമ്യാവ് 11 അധ്യായം. ജനത്തിന്റെ പ്രഭുക്കന്മാർ യെരൂശലേമിൽ പാർത്തു. ശേഷം ജനം 10 പേരിൽ ഒരാളെ വിശുദ്ധ നഗരമായ യെരൂശലേമിൽ പാർക്കേണ്ടതിന് കൊണ്ടുവരുവാനും 9 പേരെ മറ്റു പട്ടണങ്ങളിൽ പാർപ്പിപ്പാനും തക്കവണ്ണം ചീട്ടിട്ടു. എന്നാൽ യെരൂശലേമിൽ പാർപ്പാൻ സ്വമേധയാ സമ്മതിച്ച എല്ലാവരെയും ജനം അനുഗ്രഹിച്ചു. യെരൂശലേമിൽ പാർത്ത സംസ്ഥാന തലവന്മാർ ഇവരാകുന്നു: യഹൂദ നഗരങ്ങളിൽ ഇസ്രായേല്യരും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയ ദാസന്മാരും ശലോമോന്റെ ദാസന്മാരുടെ മക്കളും ഓരോരുത്തൻ താന്താന്റെ പട്ടണത്തിലും അവകാശത്തിലും പാർത്തു. യെരൂശലേമിൽ ചില യഹൂദ്യരും ബെന്യാമീന്യരും പാർത്തു. യഹൂദ്യർ ആരെല്ലാം എന്നാൽ, പേരസിന്റെ പുത്രന്മാരിൽ മഹലലേലിന്റെ മകനായ അമര്യാവിന്റെ മകനായ സെഖര്യാവിന്റെ മകനായ ഉസ്സിയാവിന്റെ മകൻ അഥായാവും, ശീലോന്യന്റെ മകനായ സെഖര്യാവിന്റെ മകനായ യോയാരീബിന്റെ മകനായ അദായാവിന്റെ മകനായ ഹസായാവിന്റെ മകനായ കൊൽഹോസയുടെ മകനായ ബാരൂക്കിന്റെ മകൻ മയസേയാവും തന്നെ. യെരൂശലേമിൽ പാർത്ത പേരസിന്റെ മക്കൾ ആകെ 468 പരാക്രമശാലികൾ. ബെന്യാമീന്യർ ആരെല്ലാം എന്നാൽ, സല്ലു, അവൻ മെശുല്ലാമിന്റെ മകൻ, അവൻ യോവേദിന്റെ മകൻ, അവൻ പെദായാവിന്റെ മകൻ, അവൻ കോലായാവിന്റെ മകൻ, അവൻ മയസേയാവിന്റെ മകൻ, അവൻ ഇഥീയേലിന്റെ മകൻ, അവൻ യെശയ്യാവിന്റെ മകൻ. അവന്റെ ശേഷം ഗബ്ബായി, സല്ലായി, ആകെ 928 പേർ. സിക്രയുടെ മകനായ യോവേൽ അവരുടെ പ്രമാണിയും ഹസനൂവയുടെ മകനായ യഹൂദ പട്ടണത്തിൽ രണ്ടാമനും ആയിരുന്നു. പുരോഹിതന്മാരിൽ യോയാരീബിന്റെ മകനായ യെദായാവും യാഖീനും അഹീതൂബിന്റെ മകനായ മെരായോത്തിന്റെ മകനായ സാദോക്കിന്റെ മകനായ മെശുല്ലാമിന്റെ മകനായ ഹിൽക്കിയാവിന്റെ മകനായി ദേവാലയ പ്രഭുവായ സെരായാവും, ആലയത്തിൽ വേല ചെയ്തു വന്ന അവരുടെ സഹോദരന്മാർ 822 പേരും, മൽക്കിയാവിന്റെ മകനായ പശൂരിന്റെ മകനായ സെഖര്യാവിന്റെ മകനായ അംസയുടെ മകനായ പെലല്യാവിന്റെ മകനായ യൊരോഹാമിന്റെ മകൻ ആദായാവും, പിതൃഭവന തലവന്മാരായ അവന്റെ സഹോദരന്മാർ 242 പേരും, ഇമ്മേരിന്റെ മകനായ മെശില്ലേമോത്തിന്റെ മകനായ അക്സായിയുടെ മകനായ അസരേലിന്റെ മകൻ അമശസായിയും അവരുടെ സഹോദരന്മാരായ 128 പരാക്രമശാലികളും. ഇവരുടെ പ്രമാണി ഹഗെദോലീമിന്റെ മകനായ സബ്ദിയേൽ ആയിരുന്നു. ലേവ്യരിൽ ബൂനിയുടെ മകനായ ഹശബ്യാവിന്റെ മകനായ അസ്രീക്കാമിന്റെ മകനായ അഷൂബിന്റെ മകൻ ഷെമയ്യാവും, ലേവ്യരുടെ തലവന്മാരിൽ ദേവാലയത്തിന്റെ പുറമേയുള്ള വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്ന ശബത്തായിയും യോസാബാദും, ആസാഫിന്റെ മകനായ സബ്ദിയുടെ മകനായ മീഖയുടെ മകനായി പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്ന തലവനായ മഥന്യാവും, രണ്ടാമൻ അവന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ബക്ബൂക്യാവും, യെദൂഥൂന്റെ മകനായ ഗാലാലിന്റെ മകനായ ഷമൂവയുടെ മകൻ അബ്ദയും തന്നെ. വിശുദ്ധ നഗരത്തിൽ ഉള്ള ലേവ്യർ ആകെ 284 പേർ. വാതിൽ കാവൽക്കാരായ അക്കൂബും തൽമോനും വാതിലുകൾക്കരികെ കാക്കുന്ന അവരുടെ സഹോദരന്മാരും 172 പേർ. ശേഷം ഇസ്രായേല്യരും പുരോഹിതന്മാരും ലേവ്യരും യഹൂദ നഗരങ്ങളിലൊക്കെയും ഓരോരുത്തൻ താന്താന്റെ അവകാശത്തിൽ പാർത്തു. ദേവാലയ ദാസന്മാരോ ഓഫേലിൽ പാർത്തു. സീഹയും ഗിഷ്പയും ദേവാലയ ദാസന്മാരുടെ പ്രമാണികളായിരുന്നു. ദേവാലയത്തിലെ വേലയ്ക്ക് യെരൂശലേമിൽ ഉണ്ടായിരുന്ന ലേവ്യരുടെ പ്രമാണി ആസാഫ്യരായ സംഗീതക്കാരിൽ ഒരുത്തനായി മീഖയുടെ മകനായ മഥന്യാവിന്റെ മകനായ ഹശബ്യാവിന്റെ മകനായ ബാനിയുടെ മകൻ ഉസ്സിയായിരുന്നു. സംഗീതക്കാരെ കുറിച്ച് രാജാവിന്റെ ഒരു കൽപ്പനയും അവരുടെ നിത്യച്ചെലവ് വകയ്ക്ക് ഒരു നിയമവും ഉണ്ടായിരുന്നു. യഹൂദായുടെ മകനായ സേരഹിന്റെ പുത്രന്മാരിൽ
മെഷേസബേലിന്റെ മകനായ പെതഹ്യാവ് ജനത്തെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങൾക്കും രാജാവിന്റെ കാര്യസ്ഥനായിരുന്നു. ഗ്രാമങ്ങളുടെയും അവയോട് ചേർന്ന വയലുകളുടെയും കാര്യം പറഞ്ഞാലോ, യഹൂദ്യരിൽ ചിലർ കിര്യത്ത് അർബയിലും അതിന്റെ ഗ്രാമങ്ങളിലും, ദീബോനിലും അതിന്റെ ഗ്രാമങ്ങളിലും, യക്കബ്സയേലിലും അതിന്റെ ഗ്രാമങ്ങളിലും, യേശുവയിലും മോലാദയിലും ബേത് പേലതിലും ഹസർ ഷുവാലിലും ബേർഷേബയിലും അതിന്റെ ഗ്രാമങ്ങളിലും, സിക്ലാഗിലും ബെഖോനിയിലും അതിന്റെ ഗ്രാമങ്ങളിലും, ഏൻ റിമ്മോനിലും സോരയിലും യാർമൂത്തിലും സനോഹയിലും അതുല്ലാമിലും അവയുടെ ഗ്രാമങ്ങളിലും, ലാഖീശിലും അതിന്റെ വയലുകളിലും, അസേക്കയിലും അതിന്റെ ഗ്രാമങ്ങളിലും പാർത്തു. അവർ ബേർഷേബ മുതൽ ഹിന്നോം താഴ്വര വരെ പാർത്തു. ബെന്യാമീന്യർ ഗേബ മുതൽ മിക്മാശ് വരെയും, അയ്യായിലും ബേഥേലിലും അവയുടെ ഗ്രാമങ്ങളിലും, അനാഥോത്തിലും നോബിലും അനന്യാവിലും ഹാസോരിലും രാമായിലും ഗിദ്ദായീമിലും ഹാദീദിലും സെബോയീമിലും നെബല്ലാത്തിലും ലോദിലും ശില്പികളുടെ താഴ്വരയായ ഓനോവിലും പാർത്തു. യഹൂദായിൽ ഉണ്ടായിരുന്ന ലേവ്യരുടെ ചില കൂറുകൾ ബെന്യാമീനോട് ചേർന്നിരുന്നു.